നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്ന് 250-ലധികം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി മന്ത്രി കെ.സി. ജോസഫ് വ്യക്തമാക്കി. ഇതിനോടകം തന്നെ 47 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ബാക്കിയുള്ളവരെ ഉടൻ നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഉറപ്പു നൽകിയതായി കെ.സി. ജോസഫ് ദില്ലിയിൽ അറിയിച്ചു. ഭൂകമ്പം നാശം വിതച്ച നേപ്പാളിൽ നിന്നും 47 മലയാളികളാണ് ഇതുവരെ ദില്ലിയിൽ തിരിച്ചെത്തിയത്. ഇതിലും എത്രയോ അധികമാണ് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ എണ്ണം. അപകടത്തെ തുടർന്ന് ആശുപത്രിയിലായ കോഴിക്കോട് സ്വദേശി ഡോക്ടർ അബിൻ സൂര്യയെ ഇന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് സുഷമ സ്വരാജ് ഉറപ്പു നൽകിയതായി കെ.സി. ജോസഫ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള എംപിമാരും മന്ത്രി കെ.സി. ജോസഫും കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 250ഓളം മലയാളികൾ അവിടെ ഇപ്പോഴും വ്യത്യസ്തമായ മേഖലകളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. പ്രധാനമായും അവിടെ 3 അംഗ ഡോക്ടർമാരുടെ സംഘത്തിൽപ്പെട്ട ഡോക്ടർ അബിൻ സുരി, അദ്ദേഹത്തിന് റീനൽ പ്രോബ്ലംസ് ഉണ്ട്. അദ്ദേഹം വളരെ ഗുരുതരമായ അവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനി അവിടെ നിന്നുള്ള ആദ്യത്തെ ഫ്ലൈറ്റിൽ ഡോക്ടർ അബിൻ സുരിയെ ഡൽഹി എത്തിക്കുന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. 114 മലയാളികൾ ഗോരഖ്പൂർ വഴി റോഡ് മാർഗവും റെയിൽ മാർഗവും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വടകര, തൃശൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണിവർ. ദില്ലിയിൽ തിരിച്ചെത്തുന്നവർക്ക് ഭക്ഷണവും താമസവും കേരള ഹൗസിൽ നൽകുമെങ്കിലും കേരളത്തിലേക്കുള്ള യാത്രാ ടിക്കറ്റ് നൽകാൻ കേരള സർക്കാരിനാവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ തകരാർ കാരണമാണ് മലയാളികളടക്കമുള്ളവരുടെ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര വൈകാൻ കാരണം. 24 വിമാനങ്ങളും വായുസേനയുടെ വിമാനങ്ങളും എന്തിനും തയ്യാറായുണ്ട്. തിരുവനന്തപുരത്തെ നോർക്ക ഓഫീസിലെയും ദില്ലി കേരള ഹൗസിലെയും കൺട്രോൾ റൂമുകളിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്കായി തിരച്ചിൽ നടത്തുന്നത്. 250-ലധികം മലയാളികൾ നേപ്പാളിലെ ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. 200-ലധികം പേർ തിരിച്ചെത്തിയെന്നും പറയുന്നു. പക്ഷേ കേരള സർക്കാരിന്റെ ഭാഗത്ത് ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളോ കണക്കുകളോ ഇല്ല. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ബിജേഷ് നടുവിൽ. ബീഹാറിലും ബംഗാളിലും വീണ്ടും ശക്തമായ ഭൂചലനം. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സന്തോഷ്, ഇപ്പോൾ റിക്ടർ സ്കെയിലിൽ എത്ര തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ അപകട രീതികളും രക്ഷാപ്രവർത്തനം ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? പ്രദീപ്, 15 മിനിറ്റിന് മുമ്പാണ് ഇൻഡോ നേപ്പാൾ ബോർഡറിൽ ഏറ്റവും അവസാനമായി വീണ്ടും ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രതയാണ് ഈ ഭൂചലനത്തിന് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൗമശാസ്ത്ര കേന്ദ്രം ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നേപ്പാളിൽ ഉണ്ടായ ഭൂചലനത്തിന്റെ തുടർചലനങ്ങളാണ്. ഇത് 57ാമത്തെ തുടർചലനം എന്നാണ് അവർ അറിയിക്കുന്നത്. ഇനി വീണ്ടും ഇത്തരത്തിൽ ചലനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഭൗമശാസ്ത്ര കേന്ദ്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. പല ഭാഗത്തും ഈ കെട്ടിടങ്ങൾ വീണ്ടും തകർന്നു വീഴുന്നു. നേരത്തെ തന്നെ നിലംപൊത്താറായ അവസ്ഥയിലിരുന്ന പല കെട്ടിടങ്ങളും ഈ തുടർ ചലനങ്ങളെ തുടർന്ന് വീണ്ടും വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും പല ഘട്ടങ്ങളായി നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഈ തുടർചലനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതായി ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. കാര്യമായി തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. കാഠ്മണ്ഡുവിൽ നിന്നും 14 വിമാനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 10 എണ്ണം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ഇനി രാത്രിയോടുകൂടി 4 എണ്ണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം 1600 ഇന്ത്യക്കാരെ ഇന്നു മാത്രം ഡൽഹിയിൽ എത്തിച്ചു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പോലും അറിയിക്കുന്നത്. നേപ്പാളിന്റെ അവസ്ഥയാവട്ടെ അതീവ ദയനീയമാണ്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും റോഡുകൾ, വാർത്താവിനിമയ ബന്ധങ്ങൾ ഇതെല്ലാം മൊത്തത്തിൽ തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സൈന്യത്തിന് മാത്രമേ ചില സ്ഥലങ്ങളിൽ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്ന് കരുതുന്നുണ്ട്. യുനെസ്കോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം ഏറെ കുട്ടികൾ, 10,000-ലേറെ കുട്ടികൾ ഇപ്പോൾ അവിടെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. ജലജന്യ രോഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്നാണ് പറയുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നത് 6 ലക്ഷത്തോളം പേർ ഇതിന്റെ ഇരകളായിട്ടുണ്ടെന്നാണ്. മരണത്തിന്റെ കണക്ക് നേപ്പാൾ സർക്കാർ ഔദ്യോഗികമായി അല്പം മുമ്പ് പുറത്തുവിട്ട പ്രകാരം 3726 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇനിയും ഏറെ വർദ്ധിക്കാൻ, ഔദ്യോഗിക കണക്ക് പ്രകാരം ഇപ്പോൾ തന്നെ 5000-ലേറെ പേർ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. 10,000-ലേറെ പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. പ്രദീപ്, പുതുക്കിയ SSLC പരീക്ഷാ ഫലത്തിലെ വ്യാപക പിഴവുകൾ മോഡറേഷൻ നൽകിയത് കാരണമെന്ന് റിപ്പോർട്ട്. 2005-ൽ നിർത്തലാക്കിയ മോഡറേഷനാണ് ഇത്തവണ പുനഃസ്ഥാപിച്ചത്. സബ്ജക്ട് കറക്റ്റിവിറ്റി എന്ന പേരിൽ കണക്കിന് 5 മാർക്ക് നൽകാനാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചത്. SSLC പരീക്ഷയുടെ പുതുക്കിയ ഫലത്തിലും വ്യാപക അപാകതകൾ. ഒട്ടേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇത് സംബന്ധിച്ച പരാതികളുമായി പരീക്ഷാ ഭവനിലെത്തുന്നത്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ.
SSLC പരീക്ഷാഫലം പുതുക്കി പ്രസിദ്ധീകരിച്ചെങ്കിലും അപാകതകൾക്ക് കുറവൊന്നുമില്ല. പരീക്ഷാഫലം സംബന്ധിച്ച പരാതികളുമായി ഒട്ടേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പരീക്ഷാഭവനിലെത്തുന്നത്. ഗ്രേസ് മാർക്ക് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികളും. പലരുടെയും പുതിയ പരീക്ഷാഫലം ഗ്രേസ് മാർക്ക് ചേർക്കാതെയാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അവർ ആഡ് ചെയ്തില്ല. പുതിയ റിസൾട്ടിലും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത് വന്നിട്ടില്ല. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ വിളിച്ച് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അന്നും ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു, പക്ഷേ താഴെ ഗ്രേസ് മാർക്ക് അവാർഡാണെന്ന് എഴുതിയിരുന്നു. ഈ അവാർഡാണെന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിക്കുന്ന പോലെ ഒരു ഏർപ്പാടാണ്. പുതിയ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ എന്തായാലും ആഡ് ചെയ്ത് വരും എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ അതും കണ്ടില്ല. ഇനിയും 2 ദിവസമോ 3 ദിവസമോ നിങ്ങൾ കാത്തിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനു പുറമെ പല വിഷയങ്ങളുടെയും മാർക്ക് രേഖപ്പെടുത്താത്തതായും പരാതിയുണ്ട്. അതേസമയം സ്കൂളുകളിൽ നിന്നും ഗ്രേസ് മാർക്ക് അപ്ലോഡ് ചെയ്യാത്തതിനാലാണ് ഇത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടായതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണ ഭട്ട് പ്രതികരിച്ചു. ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം പല കേസുകളിലും സ്കൂളിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യാൻ എൻട്രി ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഹെഡ് മാസ്റ്റർമാരോട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഫലപ്രഖ്യാപനത്തിൽ അപാകതകളുണ്ടായതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ ഫലപ്രഖ്യാപനത്തിൽ വ്യാപകമായി അപാകതകളുണ്ടായപ്പോൾ 6 ദിവസം സമയമെടുത്താണ് പുനഃപരിശോധനയ്ക്ക് ശേഷം പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചത്. എന്നിട്ടും അപാകതകൾക്ക് കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് പരീക്ഷാഭവനിലെ പരാതി പ്രളയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF-ലെ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആവശ്യം. നാളത്തെ UDF യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കും. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് യോഗത്തിൽ അഭിപ്രായമുയർന്നു. നേതൃമാറ്റം മുസ്ലിം ലീഗ് ചർച്ച ചെയ്തിട്ടില്ലെന്ന് യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ജൂൺ ജൂലൈ മാസത്തിൽ സർക്കാർ മാറ്റം ഉണ്ടാവുന്നു പറഞ്ഞു. ജൂൺ ജൂലൈ മാസത്തിൽ മഴ ഉണ്ടാവും, അതിനെ വരവേൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന KPCC-യുടെ മുന്നിലില്ലെന്ന് അധ്യക്ഷൻ VM സുധീരൻ. പാർട്ടി വക്താക്കൾ KPCC-യുമായി ആശയവിനിമയം നടത്താതെയും പാർട്ടിയുമായി ആലോചിക്കാതെയുമാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നതെന്നും അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഉയർന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും VM സുധീരൻ കോട്ടയത്ത് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശവും പാർട്ടിയുടെ മുന്നിൽ ആരും വെച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നീക്കുന്നതിന്, നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന്, ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായ മുന്നോട്ട് നീക്കുന്നതിന് കാലാകാലങ്ങളിൽ പാർട്ടി യോഗങ്ങളിൽ അഭിപ്രായങ്ങൾ വരാറുണ്ട്. പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ നിങ്ങൾ ചോദിച്ച രീതിയിലുള്ള ഒരു പ്രശ്നം പാർട്ടിയുടെ മുന്നിൽ ആരും ഉന്നയിച്ചിട്ടില്ല. അല്ല അത്തരം വിഷയങ്ങൾ ഇതുവരെ പാർട്ടിയുടെ മുന്നിൽ ആരും ഉന്നയിച്ചിട്ടില്ല. ഉന്നയിച്ചിട്ടില്ല. നമുക്കൊരു ഫാക്ച്വൽ പൊസിഷനാണല്ലോ അറിയേണ്ടത്. ഇതുവരെ അങ്ങനെ ഒരു നിർദ്ദേശം ആരും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം പാർട്ടിയുടെ മുന്നിലില്ല. എൻ്റെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം പാർട്ടിയുടെ മുന്നിലില്ല. 2 മാസത്തിനകം കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് PC ജോർജ്. കോൺഗ്രസ് MLA-മാർക്ക് മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും PC ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രി ചെയ്യുന്നത് വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലിയല്ലെന്നും ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുവെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. ഞാൻ കരുതി അങ്ങനെ ഒരു ജൂൺ ജൂലൈയോടുകൂടി ഈ ഗവൺമെൻറ് പിരിഞ്ഞു പോകേണ്ടി വരുമെന്ന് ഞാൻ കരുതി. കാരണം ഒരു നിയമസഭയെ നേരിടാൻ ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും തയ്യാറില്ലല്ലോ. 4 വർഷമായി ഈ ഗവൺമെൻറ്. 4 വർഷമാവില്ല, മെയ് മാസമല്ലേ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട സാമ്പിൾ വെടിക്കെട്ടിന്റെ തത്സമയം.
കുട്ടികളെ മറയാക്കി നടത്തുന്ന മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന വിദ്യാഭ്യാസ തട്ടിപ്പിനെതിരെ മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് രംഗത്ത്. കുട്ടികളിൽ അതീന്ദ്രിയ ജ്ഞാനമടക്കം നേടാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന പരിശീലനം മാജിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണെന്ന് മുതുകാട് തെളിവ് സഹിതം വെളിപ്പെടുത്തി. ലോകമെമ്പാടും ശൃംഖലയുള്ള തട്ടിപ്പ് സംഘത്തിനെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മുതുകാട്. മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന പേരിൽ കുട്ടികളെ മറയാക്കി നടത്തുന്ന തലച്ചോർ തട്ടിപ്പിന്റെ സത്യാവസ്ഥയാണ് മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടും കൂട്ടരും തുറന്നുകാട്ടിയത്. കുട്ടികളിൽ ആത്മവിശ്വാസം, ഓർമ്മ, സർഗപരമായ കഴിവുകൾ എന്നിവ അനായാസം വർദ്ധിപ്പിക്കാൻ 2 ദിവസത്തെ പരിശീലനത്തിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധാരണ പരത്തിയാണ് തട്ടിപ്പ്. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായമില്ലാതെ തന്നെ കാണാനും കേൾക്കാനും തൊട്ടറിയാനും കഴിയുമെന്ന് ഈ സംഘം കുട്ടികളെയും രക്ഷകർത്താക്കളെയും വിശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ പരിശീലനം കേവലം മാജിക് തന്ത്രങ്ങൾ മാത്രമാണെന്ന് മുതുകാട് തുറന്നുകാട്ടുന്നു. ഇത് 100% തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഞാൻ വീണ്ടും പറയുന്നു, ഒരു വലിയ ലോബിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വലിയൊരു ലോബിയാണ്. അതുകൊണ്ട് പുറത്ത് കൊണ്ടുവരാൻ ഇത്തിരി പാടായിരിക്കും. ആ സംഗതി പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. അതല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ക്രിമിനൽസും അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ വന്നിട്ടുള്ള കുട്ടികളും നാളെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്കിതിനകത്തുള്ള താല്പര്യം. ഇതിനിടയിൽ കൈരളി പീപ്പിളിന്റെ തത്സമയ സംപ്രേഷണം കണ്ട് മിഡ് ബ്രെയിൻ പരിശീലകൻ പ്രതിഷേധവുമായി സദസ്സിലെത്തി. മുതുകാടിന്റെ വാദത്തെ വെല്ലുവിളിച്ച് തന്റെ മകന് കണ്ണുകെട്ടി വായിക്കാൻ കഴിയുമെന്ന് വീരവാദം മുഴക്കിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ലോകത്തെമ്പാടും മിഡ് ബ്രെയിൻ ആക്ടിവേഷന്റെ ബ്രാഞ്ചുകൾ വ്യാപകമാകുന്നുവെന്ന് സംഘടനയുടെ വെബ്സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാഞ്ഞങ്ങാട്, തൃശൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം പരിശീലനം ആരംഭിച്ചതായും 1000-ഓളം കുട്ടികളെ പരിശീലിപ്പിച്ചതായും തലച്ചോർ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നവർ പറയുന്നു. 2 ദിവസത്തെ പരിശീലനത്തിന് 25,000 രൂപയാണ് ഈടാക്കുന്നത്. കുട്ടികളെ മറയാക്കി നടത്തുന്ന ഈ വൻ തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുതുകാട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായ നമ്മുടെ കേരള മണ്ണിൽ കുട്ടികളെ മറയാക്കി നടത്തുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പിന്റെ സത്യാവസ്ഥയാണ് മാന്ത്രികൻ മുതുകാടും സംഘവും ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വൻ തട്ടിപ്പിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം BG മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.